മലപ്പുറം എടപ്പാളിൽ പാമ്പ് കടിയേറ്റ് രക്തം ഛർദ്ദിച്ച രോഗിക്ക് അടിയന്തര ചികിത്സ ലഭിച്ചില്ല എന്ന് പരാതി. പൊന്നാനി സർക്കാർ ആശുപത്രിക്കെതിരെയാണ് പരാതി. എടപ്പാൾ പാടത്തങ്ങാടി സ്വദേശിനി ഷഹലയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഇറങ്ങി പൊക്കോ എന്നാണ് വനിതാ ഡോക്ടർ പറഞ്ഞത് എന്നാണ് ഷഹലയുടെ ആരോപണം. ഡോക്ടർ ഇല്ലാത്തതിനാലാണ് ചികിത്സ നൽകാതിരുന്നത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയപ്പം ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫിസിഷ്യനെ തന്നെ കാണണം, മറ്റന്നാൾ വന്നാൽ മതി. ഞാൻ പറഞ്ഞു വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞു. അത്ര അപമര്യാദയായിട്ടുള്ള രീതിയിൽ നല്ല റോങ് ആയിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് അത്രയ്ക്ക് വയ്യാത്തോണ്ടാണ്, ഞായറാഴ്ച അല്ലേ നാളെ, എങ്ങനെയും ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഞായറാഴ്ച അതിന്റെ കുറ്റമല്ല, ഇറങ്ങിപ്പോ നല്ല ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഈ ഇന്ന മര്യാദ പഠിപ്പിക്കണ്ട, എന്തായാലും സെക്യൂരിറ്റിനോട് പിടിച്ച് പുറത്താക്കാനാ പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ ശിവദാസ് കൺമണം ചേരുന്നുണ്ട്. ശിവദാസ്, ഞാൻ ഷഹലയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഷഹലയോട് ആ ഡോക്ടർ, അതായത് രക്തം ഛർദ്ദിച്ച് പാമ്പ് കടിയേറ്റ് രക്തം ഛർദ്ദിച്ചെത്തിയ ഷഹലയോട് ഡോക്ടർ പറഞ്ഞത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് പറ്റില്ല, ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിയെ കൊണ്ട് ഈ യുവതിയെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടറിന് എന്തിനാണ് പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ഡോക്ടർ കസേര നൽകിയിരിക്കുന്നത്? എന്താണ് ഷഹലയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്? ഈ ആരോഗ്യമന്ത്രി, അതായത് പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞ വി ഡി സതീശൻ സർക്കാർ എത്തിയപ്പോൾ വലിയ വാഗ്ദാനങ്ങളാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമുക്ക് നൽകിയത്. അപ്പോൾ അടിയന്തര ചികിത്സ പോലും നൽകാത്ത ഒരു ആശുപത്രിയായി പൊന്നാനി സർക്കാർ ആശുപത്രി മാറുമ്പോൾ ഇത് കെ മുരളീധരൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? തീർച്ചയായും ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദുരനുഭവമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ആ യുവതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് സർക്കാർ ആശുപത്രി ഇപ്പോഴും ജനങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇപ്പോൾ മലപ്പുറം എടപ്പാൾ സ്വദേശിനിയായ ഷഹല എന്ന യുവതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ 27-നാണ് ഈ യുവതിക്ക് പാമ്പ് കടിയേറ്റത്. അതിന്റെ തുടർ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തുടർ പ്രശ്നങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ഒരു രക്തം ഛർദ്ദിച്ച് ഈ യുവതി പൊന്നാനിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിയത്. വേദനയും ഉണ്ടായിരുന്നു, ശരീരത്താകെ വേദനയും ഉണ്ടായിരുന്നു. ഇക്കാര്യമൊക്കെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ചികിത്സ നൽകാൻ കഴിയില്ല, ഫിസിഷ്യനെ കാണിക്കണം, ആ ഡോക്ടർ ഇപ്പോൾ ഇല്ല, പിന്നീട് വരൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ആണ് ഈ യുവതിയോട് പറഞ്ഞത്. അതായത് ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാൻ ഈ ഡോക്ടർ തയ്യാറായില്ല എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പലപ്പോഴും ഈ യുവതി പറയുന്നുണ്ട് നാളെ ഞായറാഴ്ചയാണ്, കൂടുതൽ ഡോക്ടർമാർ ഉണ്ടാകാൻ സാധ്യതയില്ല, അടിയന്തരമായി ചികിത്സ വേണം, കാരണം വേദനയുണ്ട്, തുടർച്ചയായി ഛർദ്ദിക്കുന്നുണ്ട്. ഇന്ന് മാത്രം, അതായത് യുവതിയെ കാണിച്ച ദിവസം മാത്രം ഞാൻ 3 തവണ രക്തം ഛർദ്ദിച്ചു, ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഡോക്ടർ, ഒരു വനിതാ ഡോക്ടറാണെന്നാണ് യുവതി പറയുന്നത്, ആ ഡോക്ടർ അത്തരത്തിൽ ഒരു ചികിത്സയും നൽകിയില്ല, പ്രാഥമികമായ ചികിത്സ പോലും നൽകിയില്ല, ഒരു പെയിൻ കില്ലർ നൽകിയില്ല, രക്തം ഛർദ്ദിക്കൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ നൽകിയില്ല. പിന്നീട് ഈ യുവതി വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് യുവതിയെ പിടിച്ച് പുറത്താക്കൂ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ യുവതി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ പറഞ്ഞു. ആ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ യുവതിക്ക് ഇങ്ങനെ ഛർദി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പോലീസ് വിളിച്ച് പറഞ്ഞാണ് പിന്നീട് ഈ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഈ യുവതിയെ എത്തിച്ചതും പെയിൻ കില്ലർ അടക്കം നൽകിയതും. സംഭവത്തിൽ നിലവിൽ ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് ഫിസിഷ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ചികിത്സ നൽകാതിരുന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഈ യുവതിയെ വിട്ടു എന്ന് പറയുമ്പോൾ അത് സർക്കാർ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുന്ന ഒരു അനാസ്ഥയുടെ കൃത്യമായ തെളിവ് കൂടിയാണ് അശ്വതി.